പോവാണ് ഗൈസ് ഞങ്ങൾ ചിറാപ്പുഞ്ചി മഴയത്ത്. ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ റീൽസിലൂടെയും ഷോർട്സിലൂടെയും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കണം നമ്മുടെ തൊട്ടടുത്തുള്ള കാവനാടാണ് പോണത് കേട്ടോ. കാവനാട് നമ്മുടെ ശ്രീകൃഷ്ണാശ്രമത്തിൻ്റെ ഒക്കെ ബാക്കിലായിട്ട് നമ്മുടെ ചാറ്റിലമ്പാടം അവിടേക്കാണ് കേട്ടോ പോണത്. അടിപൊളി സ്ഥലം. നമ്മുടെ റീൽസിൽ ഇങ്ങനെ എല്ലാവരും നമ്മുടെ ചിറാപ്പുഞ്ചി മഴയത്ത് എന്ന് പറഞ്ഞിട്ട് 100 രൂപയുടെ കോട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിക്കണ കാണുമ്പോൾ നമുക്ക് പോകാൻ തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോണതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ മറ്റത്തൂർ വഴിയാണ് ഞങ്ങൾ പോയത്. മറ്റത്തൂർ ഇതേ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, കാവ്യം ബിഞ്ചിയും. അപ്പം ഞങ്ങൾ 4 പേരും കൂടിയാണ് പോണത്. അപ്പം ഞങ്ങൾ 2 പേരുടെയും കയ്യിൽ നമ്മുടെ 100 രൂപ കോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി 100 രൂപ കോട്ട് കൊണ്ട് വരണം നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് നല്ല വെയിലായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, അയ്യോ നമ്മുടെ ചിറാപ്പുഞ്ചി മഴയത്ത് എങ്ങനെ നമ്മൾ എടുക്കും. റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം പോയതല്ല കേട്ടോ, നമുക്കൊന്ന് കാണാം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് പോയത്. പക്ഷേ റീൽസൊക്കെ എടുത്ത് വന്നപ്പോൾ അടിപൊളി വീഡിയോസൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അടിപൊളി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതേ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോഴൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അവിടെ എത്തി കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് കഴിഞ്ഞപ്പോഴാണ് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചാൽ കണ്ടില്ലേ ഗോശാല ഇവിടെയാണ് നിറച്ച് പശുക്കള് കണ്ടില്ലേ. ഇപ്പൊ നിറച്ച ആൾക്കാരോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതേ വണ്ടി വന്നിറങ്ങിയപ്പോഴേക്കും ചെറിയൊരു മഴച്ചാറലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചില്ല നല്ല മഴ കിട്ടുന്നത്. അടിപൊളി മഴയായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ നിറച്ച് പശുവിനെ കെട്ടിയിരിക്കുമായിരുന്നു കേട്ടോ. ശരിക്കും ഒരു ഗോശാല, നല്ല രസമുണ്ട്. ആ ഗ്രൗണ്ടിലും മലയുടെയും ഒക്കെ അടുത്ത് നിറച്ച് പശുക്കളൊക്കെ കെട്ടിയിട്ട് അടിപൊളിയായിരുന്നു. ഈ വെള്ളത്തിനൊക്കെ എന്താ തണവെന്നറിയോ. നല്ല മഴ. പോയി കൂട്ടെടുക്കാം. എടുത്താക്കൂലേ കുട്ടികളെ ഞങ്ങൾക്ക് കൊടന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇങ്ങോട്ട് അത് കാണോ പശുക്കളി കറങ്ങി കറങ്ങി കറങ്ങി. ഞാൻ വീട്ടിൽ കൊട നോക്കി കാലങ്ങൾ. ഞാൻ ഓടാം, ഞങ്ങൾ ഓടാം. ആ നമ്മളെ കിട്ടിയിട്ടില്ല ഇവരെ കൊറേ. അങ്ങോട്ട് അവിടെ
വെച്ചിട്ട് പോണാട്ടാ. ഭ്രാന്ത കറിയോ? ആ 3, 2, 1. അച്ചടോ അച്ചടോ നമ്മുടെ ഇൻസ്റ്റയിലെ റീൽസും ഒക്കെ കണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് അടിപൊളി വൈബായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. ആ മലകളൊക്കെ കാണണം, വരച്ച് നമ്മുടെ എന്താ വീഡിയോയിൽ നമുക്കതിൻ്റെ ഭംഗി ഒപ്പിയെടുക്കാൻ ഒട്ടും പറ്റില്ല. അത്രയ്ക്ക് ഭംഗി ഈ മലകൾക്ക്. നമ്മൾ ഈ ഡ്രോയിങ്ങിലൊക്കെ വരച്ച് വെച്ചേക്കണ മാതിരിയാണ് ആ പുല്ലും ഇതൊക്കെ നിൽക്കണതാണ്. ആ മലയുടെ ചെരുവിൽ ഈ പശുക്കളും എന്താ രസം പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. പിന്നെ അതേ ഈ വെള്ളം അതൊക്കെ കൂടി ഒരു അടിപൊളി വൈബായിരുന്നു. നമ്മൾ വീഡിയോയിൽ കാണുന്ന ഭംഗിയല്ല അതിനുള്ളത്, അതിൻ്റെ ഇരട്ടിയുടെ ഭംഗിയുണ്ട്. നമ്മൾ ആ വൈബോട് കൂടി പോണവർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ ചെളിയൊക്കെ ഉണ്ട്. നമ്മുടെ ആ പാടത്ത് ഓടി കിടക്കാനൊക്കെ നല്ല പാടാണ്, നല്ല ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് ഇടാണ്ട് ഓടി നടക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്തെങ്കിലും കാലുമ കുത്തിക്കൽ കൊണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെരുപ്പ് ഇട്ടിട്ടൊക്കെയാണ് ഓടി നടന്നിരുന്നത് കേട്ടോ. പിള്ളേർ അടിച്ചു പൊളിക്കുന്നുണ്ട് അവിടെ. ഒരു 5-6 പിള്ളേരുണ്ടായിരുന്നു. അവർ ഫുട്ബോൾ കളിച്ച് മഴ നനഞ്ഞ് അവർ അടിച്ചു പൊളിക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾക്കും കുട്ടിക്കാലം ഓർമ്മ വന്നു. ഞങ്ങളും അവരുടെ ഒപ്പം അടിച്ചു പൊളിച്ച് ഫുട്ബോളൊക്കെ കളിച്ച് കിടന്നിട്ടോ. കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിതേ ഇങ്ങനെ ഈ വഴി കൂടെ പോയാൽ വേറെ മലയുടെ അവിടെ എത്തും. ആ മലയുണ്ടല്ലോ, അവിടെ വരെയൊക്കെ കയറാൻ പറ്റും കേട്ടോ. അവിടം വരെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കയറി നിൽക്കുന്നുണ്ട്. ആ പച്ച കാണുന്ന അവിടം വരെ കയറാൻ പറ്റും. പിന്നെയും കയറാൻ പറ്റും. പിന്നെ വഴുക്കലായ കാരണം ആൾക്കാർ കയറുന്നില്ല. അവിടം വരെയൊക്കെ കയറാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ അവിടം വരെ ഏകദേശം പോയി. പിന്നെ മല കയറാനുള്ള എന്താ പറയുക, ഇതിനും ഞങ്ങൾ നിന്നില്ല. ഏതോ വഴികളിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ പോവാണ്. അവിടെയൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ള ഒരു ഇതിലാണ് പോണത്. ബൈക്കുമ്പോൾ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. നോക്കട്ടെ. ചളി പിള്ളി വഴി കഴിഞ്ഞാ ഇനി പോണോ? ഏതുള്ളി കൊടക്കാവോ പോണേ? നിറച്ചു പിള്ളേരാ? അപ്പൊ ആൾക്കാരുണ്ടെന്ന്. ഇതെന്തിനീ ആൾക്കാർ ഇതിന്? ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. വീഡിയോ പോയി പട്ടി പോയിട്ട് ഓക്കെ. ആ കാണാലോ. എന്താ അവിടെ ഒരു സൗണ്ട്?
അങ്ങനെ ഞങ്ങൾ മലയൊക്കെ കയറാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മല കയറാനുള്ള ആ സാഹസത്തിന് മുതിർന്നില്ല കേട്ടോ. ഞങ്ങൾ പകുതിയൊക്കെ വഴി പോയി അത് ആസ്വദിച്ചു. ഇങ്ങനെ മഴ ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് പോവും, അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴും അതാ മഴ പെയ്തു, അത് കഴിഞ്ഞ് മാറി. അങ്ങനെ മഴയൊക്കെ കണ്ട് ഞങ്ങൾ മലയുടെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നമ്മുടെ ഫുട്ബോൾ കളിക്കാർ പിള്ളേരുണ്ടായിരുന്നു, അവരുടെ ഒപ്പം ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസ് എടുത്തു കേട്ടോ. മഴക്കോട്ടിട്ടത് ഓടലും ചാടലും മറയലും അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഈ പിള്ളേരുകൾ അടിച്ച് പൊളിക്കുകയാണ്. ഞാൻ വിചാരിക്കും ഈ പിള്ളേർ ഈ മഴയിൽ നനഞ്ഞ് ഇങ്ങനെ, അതും ചെളി പറയാണ്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണം പിള്ളേരുകൾ. ചാട് ചാട് മൂന്നാളും. അതന്നെ. എന്നിട്ട് ഇറങ്ങാം നമുക്ക്. ആ വഴി കണ്ട, ആ വഴിയുടെ രണ്ട് സൈഡിൽ ഇങ്ങനെ വെള്ളം, നല്ല ഒഴുക്കോട് കൂടിയ, അത്യാവശ്യം നല്ല ഒഴുക്കോട് കൂടിയാണ് ഒഴുകാണ്. കുറച്ചും കൂടി മഴ പെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ഒഴുക്ക്, പിള്ളേരുകൾ ഇങ്ങനെ കിടന്ന് ഒഴുകണമെന്ന് കാണാം. അപ്പോൾ അതേമാതിരി എന്താ രസം കാണാനല്ലേ. ആ ചെരുപ്പിട്ടിട്ട് ഓടാൻ പറ്റില്ല. എൻ്റെ ചെരുപ്പ് പൊട്ടയ കാരണം ഞാൻ ആദ്യത്തിൻ്റെ ചെരുപ്പിട്ടിട്ടാണ് പോയത്. പക്ഷെ അതും ഇട്ടിട്ട് ഓടാൻ പറ്റില്ല, വഴിക്ക് ഞാൻ വീണു. കുഴപ്പമുണ്ടായില്ല. ഞാൻ ഓടട്ടാ, ഓട് 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 അവിടെ ശക്തിയില്ലാത്ത അല്ല കാനില്ലാത്ത ആരെങ്കിലും അശ്വതി റൈറ്റ്, ഇങ്ങനെ ഞാൻ ലെഫ്റ്റ്, റൈറ്റ് 2 1 റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. അടടാ വൃത്തകട പിള്ളേര് വേണ്ട വേണ്ട വേണ്ട, എനിക്ക് പേടിയാട്ടോ. ചാണകത്തിൽ കൂടെ കൂടി വീഡിയോ ചെയ്യാട്ടോ, ഫോട്ടോ എടുക്കും. ആ ആ ആ
പിടിച്ചോട്ടെ, അല്ലെങ്കിൽ വീട്ടില് വരുമ്പോ ആദ്യത്തെ വീട്ടിൽ കയറ്റി എല്ലാവര് വേണ്ടട്ടോ. കുഞ്ഞു പിള്ളേരാത്. ആ കുഞ്ഞു പിള്ളേരൊന്നും ഈ കാലത്ത് ഞാൻ പോയി കളിച്ചിട്ട് അയ്യോ എന്നെ കിട്ടിയില്ല. എന്തിനൊഴുക്കടി നാണക്കാരിയാ കുട്ടി. ജിങ്കി ജക്ക് ജിങ്കി ജക്ക് ജിങ്കി ജക്ക് ജിങ്കി ജക്ക് ജിങ്കി. വെള്ളത്തിൽ ഒഴുകണ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അവനിപ്പോൾ വെള്ളത്തിൽ ഒഴുകണില്ല. അവനെ ഒഴുക്കാനുള്ള ഒഴുക്ക് ആ വെള്ളത്തിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇതേ പുറക്കെ കല്ല് കുത്തി കയറുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നോട് പറയണതാണ് കേൾക്കണേ. ഇനി ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് ആകിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഞങ്ങളിനി ഈ സ്ഥലം വിടാമെന്ന് വിചാരിച്ചു. ബാക്കിലേക്കോടാ ഫ്രണ്ടിലേക്ക് അങ്ങോട്ടോട്. അങ്ങനെ ഒരു അടിപൊളി ദിവസം തന്നത് ഈ സ്ഥലത്തിനോട് നമ്മൾ വിട പറയുകയാണ്. അപ്പോൾ ഞങ്ങളിനി പോണത് നേരെ വിശപ്പൊന്ന് വെള്ളത്തിൽ കുറേ നേരം കളിച്ചപ്പോൾ ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ വേണ്ടി നമ്മുടെ മന്തി മനസ്സിലേക്ക് പോവുകയാണ് കേട്ടോ. അടിപൊളിയായി. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചാലക്കുടിയിലെത്താൻ പറ്റും കേട്ടോ. നല്ല ബ്ലോക്കും നല്ല ചളിപിളി കുഴി പേടിച്ച് വേണം നമ്മൾ റോട്ടിൽ കൂടെ യാത്ര ചെയ്യാൻ. ഏറ്റവും അവസാനം യാത്ര ചെയ്ത് ഞങ്ങൾ അങ്ങനെ മന്തി മനസ്സിലെത്തി. അവിടെ ചെന്ന് ഞങ്ങൾ കുഴിമന്തി ഓർഡർ ചെയ്തു. മന്തി മനസ്സിൽ പിന്നെ കുഴിമന്തി അല്ലാണ്ട് വേറെ എന്ത് ഓർഡർ ചെയ്യാനാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി വയറ് നിറച്ച് തൊണ്ട വരെ കുഴിമന്തി നിറച്ചിട്ടുണ്ടായിട്ടോ. അങ്ങനെ അടിപൊളി ദിവസം അവസാനിക്കാറായി. എൻ്റെ വിഷമത്തിലായി ഞങ്ങൾ 4 പേരും കൂടി പിരിയാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടിച്ചു പൊളിച്ചു കേട്ടോ ഞങ്ങളുടെ ഈ ദിവസം. അപ്പോൾ ഒരു അടിപൊളി ദിവസം അവസാനിച്ച് എൻ്റെ വിഷമത്തിന് ഞങ്ങൾ 4 പേരും പിരിയാണ്. ഇതേ മന്തിയൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും എൻ്റെ ചെരുപ്പ് ഇതേ മാറി കഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ. Okay. 3, 2, 1, go.
മനസ്സിലായി.